ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. ഇന്ന് നമ്മളൊരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രൈഡ് സ്നേഹ കേട്ടോ. എല്ലാവർക്കും എങ്ങനെയുണ്ട് മേക്കപ്പ്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പറയണേ, കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ ഒരു മേക്കപ്പിലേക്ക് പോവാം. ഇന്ന് ബ്രൈഡിന് ഒരു മെസ്സി ലൂസ് ഹെയർ സ്റ്റൈലാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു HD മേക്കപ്പാണ് നമ്മൾ ബ്രൈഡിന് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫിനിഷിങ് ടച്ചായിട്ട് നമ്മൾ എയർ ബ്രഷും ലൈറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മേക്കപ്പ് ഇത്ര ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. പ്ലസ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു ബ്രിക്ക് ന്യൂഡ് പിങ്ക് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത്ര ന്യൂഡല്ല, പക്ഷേ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നല്ല വെയിലാണ്, ചൂടാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതേ കളർ എക്സ്റ്റൻഷൻ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയായിട്ട്. ഓക്കെ, ഹെയർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം മാക്സിമം കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടോറിങ് ആൻഡ് ബ്ലഷ് ആണ് ഏറ്റവും ഒരാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അത് നല്ലോണം ചെയ്താൽ തന്നെ ഒരാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാറും. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഇത് വന്നപ്പോൾ കണ്ട ആളാകെ മാറിപ്പോയി. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. മമ്മി ഇഷ്ടപ്പെട്ടോ? ആളാകെ മാറിപ്പോയോ? മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ സ്നേഹ? എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ ആയോ? ആണോ? താങ്ക് യു. അപ്പോൾ സ്നേഹയുടെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞപ്പോൾ ആരുടെയെങ്കിലും ഒരു മുഖച്ഛായ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നിങ്ങളെ കുറെ പേരെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇവള് വന്നിട്ട് എന്നോട് എപ്പോഴും പറയും ഒത്തിരി ഇങ്ങനെ ലിസ്റ്റ് കാണിച്ച് എറണാകുളം കോട്ടയം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ഒറ്റ ഒരാളുടെ പേരെ പറഞ്ഞോളൂ. എന്റെ പേര് ജിക്കി. ജിക്കി, അടിപൊളി പേര്. ആരെ പേരിട്ടെ? എന്റെ മമ്മിയുടെ കൂട്ടുകാരുടെ പേരായിരുന്നു. ആണോ? അന്ന് റയർ അല്ലല്ലോ ആയിരുന്നല്ലോ ഈ പേര്. എന്റെ കൊച്ചിന്റെ പേര് ജെനി. എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും എനിക്കറിയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നീറ്റായിട്ടൊന്ന് സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ഈവനാക്കി ചെയ്താൽ അധികം മേക്കപ്പ് വേണ്ട, ഒത്തിരി വേണ്ട. ആരും അറിയരുത് മേക്കപ്പ് ഇട്ടോന്ന് അറിയരുത് അല്ലേ? ഇങ്ങോട്ട് പോരാൻ നേരം പറഞ്ഞു പോകുന്ന ആളാണ് തിരിച്ചു വരുന്ന ഫോട്ടോ എടുത്ത് വെക്കാം. മേക്കപ്പ് ഇടുമ്പോ ഒരു മാറ്റം വരുന്നില്ല. ഒരു മോള് ഒരാളല്ലേ ഉള്ളു, അന്നേരം നമ്മളൊരു ഇച്ചിരിതായിട്ട് നിൽക്കണ്ടേ. പിന്നല്ലേ ഇന്നൊരു ഇന്ന് എന്റെയും കൂടെ ദിവസമാണ്. മൈൻഡ് ചെയ്യണ്ട, ആരെന്തോ പറഞ്ഞാലും മൈൻഡ് ചെയ്യും. ഇപ്പോൾ സ്നേഹയുടെ മമ്മി അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആൾ കുറച്ചൊന്ന് മാറും കേട്ടോ. എല്ലാം ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ എല്ലാം ഒന്ന് ഈവൻ ആക്കി നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ആൾക്ക് നല്ലൊരു മാറ്റം വരിക തന്നെ ചെയ്യും. അതെന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാറും. നമ്മൾ ആളെ മാറ്റിയുള്ള മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൻ ആക്കുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവും. എന്തെന്നൊക്കെ പറഞ്ഞാലും നല്ലൊരു മാറ്റം വരുവേ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്കല്ല, ലിപ് ടിൻ്റ് എന്ന് പറയും. അതാണ് നമ്മൾ സ്നേഹയുടെ മമ്മിക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. മുടിയൊക്കെ ഒന്ന് സെറ്റായപ്പോൾ തന്നെ ആൾ ഭയങ്കര യങ്ങായി അല്ലേ? അല്ലേ തന്നെ യങ്ങായിരുന്നു. അപ്പോൾ അതേ സ്നേഹയുടെ ലുക്ക് കണ്ടോ? സ്നേഹയുടെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മോഡലിനെ പോലെ അതീവ സുന്ദരിയായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ നല്ല സുന്ദരിയാണ്. എനിക്ക് ആരുടെയൊക്കെയോ മുഖച്ഛായ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ മുഖച്ഛായയാണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഈ കംപ്ലീറ്റ് ആക്സസറീസും അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സും എല്ലാം കൂടെ വരുമ്പോഴാണ് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. വളരെ മിനിമലായിട്ടുള്ള ആക്സസറീസ് ചൂസ് ചെയ്യുക, അതുപോലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആക്സസറീസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്നേഹ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക, വള, മാല, കമ്മലുകൾ കുറേ എണ്ണം ചുട്ടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമ്മൾ വളരെ മിനിമലായിട്ടാണ് ആക്സസറീസ് സ്നേഹയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത്. നല്ല ഹെവി ആയിട്ടൊരു മാല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇച്ചിരി ഹൈനെക്കായിട്ടുള്ള ഡ്രസ്സാകുമ്പോൾ ആ ഒരു മാല ഇതിന് ഒട്ടും സ്യൂട്ടല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. സ്നേഹം എന്താ പറയുക, ആ ഒരു തീരുമാനത്തിനോട് വളരെ സഹകരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയായിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടോ?
അപ്പം നേരത്തെ റെഡി ആവേണ്ടതുണ്ടായിരുന്നു. വളരെ റഷായിട്ടാണ് നമ്മളെല്ലാം ചെയ്ത് തീർത്തത്. ഒരുപാട് ടാസ്കുകൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നല്ല ലോങ് ഹെയർ ആണ്, നല്ലോണം നമ്മൾ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ സ്കിൻ ഫിനിഷായിട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. സോ ഒരു 3 hours നമുക്ക് എല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മാക്സിമം ഭംഗിയാക്കി രണ്ടാളെയും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നേഹയും മമ്മിയും റെഡി ആയിട്ടുണ്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടിപൊളി, ബെസ്റ്റ് വിഷസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, ഹെയറും മേക്കപ്പ് ഒക്കെ പൊളിച്ചു, ഇഷ്ടമായി. ഓക്കെ, ശരി, താങ്ക് യു. അങ്ങനെ നമ്മുടെ സുന്ദരി ബ്രൈഡിനെ ദേ പറഞ്ഞു വിട്ടു. ഞാനൊന്ന് ഫ്രീ ആയത് അപ്പോഴാണ് കേട്ടോ. ഒരു കല്യാണ പെണ്ണിനെ എന്താ പറയുക റെഡിയാക്കി വിടുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡിയോയുടെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആക്കണം. നല്ലൊരു പണിക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി. നമ്മുടെ ജെനിവാവയുടെ അടുത്തേക്ക് പോകണം. അതുപോലെ കാപ്പിയും കുടിക്കണം. ഞാൻ മൊത്തം ടയേർഡായിട്ടോ. കണ്ടോ, കണ്ണൊക്കെ പുകയാണ് ഗൈസ്. 4 മണിക്ക് എണീറ്റാണ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങണം കേട്ടോ. എന്നാലാണ് നമ്മൾ സെറ്റ് ആവത്തുള്ളൂ. അല്ലെ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബ്രൈഡൽ വർക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്നത് ചക്കപ്പുഴുക്കും നല്ല മീൻകറിയാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.